ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങളെ കാണിക്കുന്നത് ഒരു അംബർല കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യമായിട്ട് എൻ്റെ അടുത്തൊരു കസ്റ്റമർ വിളിച്ചിട്ട് ഒരു അംബർല കുർത്തി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ പോയി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന മെറ്റീരിയൽ പ്ലെയിൻ ജോർജറ്റും ഓർഗൻസ മെറ്റീരിയലാണ്. പ്രിൻറ്റഡ് ഓർഗൻസ മെറ്റീരിയൽ ദുപ്പട്ട മീൻസ് ഷോളിന് വേണ്ടിയിട്ടാണ് ഓർഗൻസ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് പണി തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്യണം. അതിൻ്റെ ആം ഹോള് കട്ട് ചെയ്തു, പിന്നെ അതിൻ്റെ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തി, പിന്നെ നമ്മൾ സീം അലവൻസൊക്കെ വിട്ട്, പിന്നെ അതിൻ്റെ ലെങ്ത് യോക്ക് ലെങ്ത് ഒരു 14 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് യോക്ക് പോർഷനിൽ നമ്മൾ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 ഇഞ്ച് മുകളിലോട്ട് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിനകത്ത് വെട്ടതായിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ നേരത്താണ് ഞാൻ ആ ഒരു പോർഷൻ കട്ട് ചെയ്തത്. അത് ചരിച്ച് ലൈൻ ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ആം ഹോളൊക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ നമുക്ക് നെക്ക് അടയാളപ്പെടുത്താനുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ നെക്ക് അടയാളപ്പെടുത്തി. നെക്ക് മീൻസ് ഒരു വി ഷേപ്പാണ്, സ്ക്വയർ പോലെ വന്നിട്ട് നമ്മളൊരു വി പോലെയാണ് നമ്മുടെ നെക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നെക്കൊക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നെക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മളിതിൻ്റെ ലൈനിങ് എടുത്തേക്കുന്ന മെറ്റീരിയലിൽ നമ്മളതിൻ്റെ ക്രേപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് 5 മീറ്ററാണ് കേട്ടോ. ലൈനിങ് ഞാനൊരു 3-3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 4 മീറ്ററൊക്കെ എടുത്താൽ വേസ്റ്റ് ആയി പോത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി ഒരു 6 എടുത്തു, ബാക്ക് ഒരു 5.5-6 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മളുടെ സ്കേർട്ട് പോർഷൻ മീൻസ് അമ്പലയുടെ സ്കേർട്ട് പോർഷൻ അടയാളപ്പെടുത്തുവാണ്. അതിൻ്റെ ചെസ്റ്റ് അളവ് അത് നാലായിട്ട് മടക്കിയിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ യോക്ക് പോർഷനിൽ നമുക്കൊരു 30-29 ആയിരുന്നു. അതിൻ്റെ 4/1 പോർഷനാണ് ഫസ്റ്റ് അടയാളപ്പെടുത്തിയത്. പിന്നെ നമ്മൾ അതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുക. ലെങ്ത് അടയാളപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ യോക്ക് പോർഷൻ 14 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. ഫുൾ ലെങ്ത് നമ്മളൊരു 47-48 എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതങ്ങനെ യോക്കിൻ്റെ ആ ഒരു ഇത് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ലെങ്തും കട്ട് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ആ താഴ്ഭാഗത്തോട്ട് ബാലൻസ് വന്ന ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ സ്ലീവിന് എടുത്തേക്കുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, സ്ലീവ്. ഓക്കെ, അങ്ങനെ ഞാൻ അതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ്. പനിയുണ്ട് കേട്ടോ, അതാണ് സൗണ്ടിനൊരു ചെറിയ ഒരു ഇത്. കുറച്ച് ദിവസമായി എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ട്, ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ നമ്മളത് കട്ട് ചെയ്തിട്ട് നമുക്കത് തിരിച്ച് മറിച്ചിട്ട് പതിച്ചടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് തിരിച്ചിടുന്നതേ ഉള്ളൂ കേട്ടോ. തിരിച്ചിട്ടിട്ട് അത് പതിച്ചടിക്കുവാണേ. പതിച്ചടിക്കുമ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു ഇച്ചിരി പാടാണ് നമുക്ക് ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, കുറച്ച് ടാസ്ക്കാണ്. എന്നാലും നമ്മളത് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പയ്യെ അതിരുന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് തീരാറായിട്ടുണ്ട്. പനിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫ് അല്ലേ. അപ്പം നമ്മളിതിൻ്റെ സ്കേർട്ട് പോർഷൻ മീൻസ് അടിയിൽ ആ ഒരു പോർഷൻ നമ്മൾ ചുരുട്ടി അടിക്കുകയാണ്. എല്ലാവരും ഇതേപോലെ നമ്മൾ 2 പ്രാവശ്യം, അതായത് ഒരു പ്രാവശ്യം നമ്മൾ ചുരുട്ടി അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യും. ചിലവരങ്ങനെ ചെയ്യും, പക്ഷെ ഞാനങ്ങനല്ല, ഒറ്റ സ്റ്റിച്ച് ചെയ്ത് എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചുരുട്ടി നമുക്ക് ചെറിയ രീതിക്ക് നമുക്കത് ചുരുട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ലോണം കിട്ടും അത് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഉരുട്ടി എടുക്കുന്നത്. ഇപ്പോൾ സ്പീഡ് ഇട്ടേക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് അറിയാൻ പറ്റാത്തത്. ഉരുട്ടി ആണ് ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അടിവശം വരുന്നത് കേട്ടോ. സോറി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫൈനലി ഞാനൊരു സ്ക്രഞ്ചീസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അംബർല ടോപ്പ്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. ഇതിപ്പോൾ ഞാൻ സൈഡൊക്കെ പിടിച്ച് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം കസ്റ്റമറിന് നമുക്ക് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കൽ പരിപാടി ഉണ്ടല്ലോ. എന്തായാലും കസ്റ്റമർ ഫോട്ടോ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഫോട്ടോസ് ആവശ്യമാണ്. പിന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിലൊരു സ്ക്രഞ്ചീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷോളിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് സ്ക്രഞ്ചീസ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ പോസിബിളാണ്.
പറയുന്ന കളറിൽ ആ കളർ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ നിങ്ങൾക്ക് ദുപ്പട്ട ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓർഗൻസ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളും ഞാൻ ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സ്റ്റിച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. എനിക്കറിയാവുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം എൻ്റെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.